പ്രയാസം അധികരിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? റദീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ വബിൽ ഖുർആനി ഹകമൻ വഇമാമാ. പ്രയാസം അധികരിച്ചാൽ നിങ്ങൾ എന്ത് പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന്, അള്ളാഹുവിന്റെ റബ്ബായി നിങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇനാ നസല ബിക്കുമുൽ ബലാവു, നിങ്ങളിൽ വലിയ ആപത്തും പ്രയാസങ്ങളും ഇറങ്ങിയാൽ, ഇങ്ങോട്ട് നോക്ക്, നിങ്ങളിൽ പ്രയാസവും ആപത്തും ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? റളീനാ ബില്ലാഹി റബ്ബാ. നിങ്ങൾ പ്രയാസം ഇറങ്ങിയ ഒരു സമയത്താണ്. പക്ഷെ അപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന കാര്യം എന്തായിരിക്കും? പ്രയാസം ഇറങ്ങിയ കാലത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്തായിരിക്കും? വലിയ വലിയ പരീക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? എന്നിട്ട് നിങ്ങൾ നിയമത്തിൽ ഉണ്ട് താനും അള്ളാഹു അറിയാതെ ഒന്നും നടക്കുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഇത് തെർബിയത്താണ്. ഇപ്പൊ പകുതി മനസ്സിലായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്ന മിൻ അയ്യാമിക്കും ഇന്ന മിൻ വറാഇക്കും അയ്യാമസ് സബരി, നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങളിൽ ക്ഷമയുടെ ദിവസങ്ങൾ ധാരാളം വരാനുണ്ട് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് എനിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ സബറിന്റെ കാലഘട്ടം ധാരാളമായി നിങ്ങളിൽ വരാനുണ്ട്. അൽ മുത്തമസ്സിഖു ഫീഹിന്ന, ആ സബറിന്റെ കാലഘട്ടത്തില് ദീനിന്മേൽ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ ബിമിസ്ലി മാ അൻതും അലൈഹി, ഇന്ന് ഒരാൾ ദീനിന്മേൽ പിടിച്ചു നിൽക്കുന്നത് പോലെ, പ്രയാസത്തിന്മേലും ക്ഷമിക്കുന്നത് പോലെ, ദീനിന്മേൽ പിടിച്ചു നിൽക്കുന്നത് പോലെ ആ കാലഘട്ടത്തിലെ പ്രയാസങ്ങളെ ക്ഷമിച്ചും ദീനിന്മേൽ പിടിച്ചു നിൽക്കാനും ഒരാൾ കഴിഞ്ഞാൽ മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുകളെ പ്രതിഫലം അവർക്കുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സ്വഹാബിക്ക്, ഒരു മുസ്ലിമായ മനുഷ്യന് സബറിന്റെ കാലഘട്ടത്തിൽ ഒരാൾ സബർ ചെയ്താൽ ആ മുസ്ലിമിനെ ലഹുക അജ്രി 50 മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുടെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖാലു, അവർ ചോദിച്ചു, യാ നബി അല്ലാഹ് അവ മിൻഹും, അതോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട 50 ആളുകളെ പ്രതിഫലം എന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത് നബിയെ? ല ബൽ മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുടെ കൂലി അവർക്ക് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. യാ നബി അല്ലാഹ്, അവർ പിന്നെ ചോദിച്ചു, അവ മിൻഹും, അവരിൽപ്പെട്ട 50 ആളുകളെ കൂലിയാണോ നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? ഫഖല ബൽ മിൻകും, നിങ്ങളിൽപ്പെട്ട 50 സ്വഹാബികളുടെ പ്രതിഫലം ആ കാലഘട്ടത്തിലെ ഒരു മുസ്ലിമിന് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ കാലം വന്നു കഴിഞ്ഞു. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി വരും എന്നല്ല, അതാണ് ആ കാലം. ആ കാലം തന്നെയാണ് ഈ കാലം. ഇനി ഇതിനേക്കാൾ ഒരു വലിയ കാലം വരും, വന്നേക്കാം, വരും. ആ കാലം ഇനി വരാനുള്ളതല്ല. ആ കാലം വന്നു കഴിഞ്ഞു. ആ കാലമാണ് ഈ കാലം. അതായത് ദീനിന്മേൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ 50 സ്വഹാബികളുടെ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കും. 50 സ്വഹാബികളുടെ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കും. ഇതാണ് കാലം. ഇനിയില്ലേ, ഇനി ഉണ്ടാവും, ഇതിനേക്കാൾ ഉണ്ടാവും. അപ്പൊ പിന്നെ 50 കട്ടി കൂടും. സാധാരണ 50 സ്വഹാബികളുടെ കൂലിയായിരിക്കും. ഇനി ബദരീങ്ങൾ പോലത്തെ ആളുകൾ അങ്ങനെ കൂലി കൂടും, അങ്ങോട്ട് കൂടും. അപ്പൊ നമ്മളെല്ലാവരും ഗൗരവമായി ചിന്തിക്കണം. സബറിന്റെ കാലഘട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സബറിന്റെ കാലഘട്ടം. അപ്പൊ എന്ത് ചെയ്യണം? സബർ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സബറിനെ മാറ്റണം. ഇനി പ്രയാസങ്ങളെ ദൂരീകരിക്കുക എന്നുള്ളത്, പ്രയാസം തീരെല്ലാതെ അങ്ങനെ ഒരു കാലം ഉണ്ടാവുക എന്നുള്ളത് അത് അസംഭവ്യമായ കാര്യമാണ്. പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്യണം? ക്ഷമ കൈക്കൊള്ളണം. ക്ഷമ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നിയമങ്ങളുടെ മേൽ ക്ഷമിക്കുക. ഇതാണ് ക്ഷമ എന്ന് പറയുന്നത്. ഇതാണ് ക്ഷമ. അള്ളാന്റെ നിയമത്തിന്റെ മേൽ ക്ഷമിക്കുക. അവിടെ അങ്ങോട്ട് പിടിച്ചു നിൽക്കുക. വളരെ 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 നാം ചിന്തിക്കണം. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ എന്ന് പറഞ്ഞ കാലവും ഇത് തന്നെയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിൽ നാമം മാത്രമേ ശേഷിക്കുകയുള്ളൂ.
ഇനി റസ്മ നഷ്ടപ്പെട്ടു. റസ്മ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു ദിവസം നേരം എടുത്ത് നോക്കിയാൽ മുസാഫിൽ എഴുത്തില്ലാത്തൊരു കാലം വരാൻ പോകുന്നുണ്ട്. മുസാഫ് എന്ന സാധനം ഉണ്ടാവില്ല, അതിൻ്റെ എഴുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കാലം വരുന്നുണ്ട്. ഒരു പ്രത്യേകമായ അത്ഭുതം. ഭൂമിയിലൊരു മുസാഫിലും എഴുത്തുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലം വരും. അള്ളാഹു കാക്കട്ടെ. ഇന്ന് എഴുത്തുണ്ട്. ആ ഹദീസ് മുത്തുനബി പറയുന്നത് സ്വഹീഹായി ഞാൻ കണ്ടിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഇപ്പൊ എഴുത്തുണ്ട്. പക്ഷേ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനിൽ എഴുത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് അതിനെ നടപ്പിലാക്കുക എന്ന കാര്യത്തിൽ, അതിനൊരു അമലായി നടപ്പിലാക്കുക എന്ന കാര്യത്തിൽ നമ്മൾ വളരെ പുറകോട്ടായിരിക്കും. മസാജിദുഹും ആമിറ, എവിടെയും മനോഹരമായ പള്ളികൾ, അങ്ങനെ ചമയിച്ച പള്ളികൾ ഉണ്ടാകും. പക്ഷേ വഹിയ ഖറാബുൻ അനിൽ ഹുദാ, അവിടെ ഹിദായത്ത് എന്നൊരു സംഗതി ആ പള്ളികളിൽ ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? ഹിദായത്ത് എന്നാൽ മുഅ്മിനീങ്ങളുടെ ഔസാഫാണല്ലോ. അള്ളാഹു അത് നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് ഹിദായത്തിന്റെ വാതിലുകൾ തുറന്നു തരട്ടെ. പിന്നെ എന്താ അവിടെ പ്രശ്നം ഉണ്ടാവുക? ഹിദായത്തുള്ള ആളുകളില്ല, അതിൽ കയറാനില്ല ഉള്ള ആളുകളില്ല. മസാജിദുഹും ആമിറ, മനോഹരമായ പള്ളികൾ ഉണ്ടാവും, ചമയിക്കപ്പെട്ട പള്ളികൾ വളരെ ഉഷാറായി ഉണ്ടാവും. പക്ഷെ വഹിയ ഖറാബുൻ അനിൽ ഹുദാ, ഹിദായത്ത് ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളെ പറ്റിയുള്ള ഒരു പേടിയുള്ള, ഒരു ബഹുമാനമുള്ള പേടി മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് എടുത്തു പോകും. ശത്രുതാപരമായ ഒരു പേടിയുണ്ട്, അതല്ല. ഏത് കാലഘട്ടത്തിലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ശത്രുതാപരമായ ഒരു പേടിയല്ല ഇസ്ലാമിനെ വളർത്തിയത്. പകരം ബഹുമാനത്തോടു കൂടിയുള്ള ഒരു പേടിയാണ്. പേടി രണ്ട് ജാതിയാണ്. ശത്രുതാപരമായ ഒരു പേടിയുണ്ട്. ഒരു ശത്രു അവനെ എന്തെങ്കിലും ചെയ്തേക്കുമോ, അതൊരു പേടിയാണ്. പക്ഷെ ഇസ്ലാമിനെ ലോകത്ത് വളർത്തിയ ഘടകം എന്ന് പറഞ്ഞാൽ ശത്രുതാപരമായ ഭയമല്ല. അതായത് മുസ്ലിമീങ്ങളോട് ശത്രുതാപരമായ ഒരു ഭയമല്ല ഇസ്ലാമിനെ വളർത്തിയത്. പകരം ബഹുമാനാത്മകമായ ഒരു ഭയമാണ്. അതായത് അവർ ദൈവത്തിന്റെ ആളുകളാണ്, അവരെ തൊട്ട് കളിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്, അവരെ എന്തെങ്കിലും ചെയ്തു പോയാൽ ദൈവത്തിന്റെ കോപം വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ ജനങ്ങളിൽ ഉണ്ടായതാണ്. അത് സത്യമാണ്. അതിനെതിരെ ചെയ്ത ആളുകൾക്കെല്ലാം അതിന്റെ ഫലം കണ്ടതുമാണ്. എന്നാൽ അവസാന കാലഘട്ടം അടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിയുള്ള അങ്ങനെയുള്ള പേടിയും ഭയവും എല്ലാം എല്ലാവരുടെ മനസ്സൊന്നും എടുത്തു പോകും. ഒരു തരം വഹൻ എന്ന ഒരു തരം നിന്ദ്യത, എവിടെയും ഒരു നിന്ദ്യത, എവിടെയും ഒരു അപകർഷതാബോധം, എവിടെയും ഒരു യോഗ്യതയില്ലായ്മ നിങ്ങളെ ബാധിക്കും. അപ്പോൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ആ വഹൻ, ആ ഒരു നിന്ദ്യത ഞങ്ങളെ ബാധിക്കാനുള്ള കാരണം എന്തായിരിക്കും? അപ്പോൾ പറഞ്ഞു, ദുനിയാവിനോട് നിങ്ങൾക്ക് വലിയ കൊതിയുണ്ടാവും. അത് തന്നെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകം ഒരു പ്രത്യേകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത് വളരെ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ലോകം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനുശേഷം ലോകത്ത് ഖൈർ വരൂലേ? ഖൈർ വരും. ഇനി ഖൈർ ലോകത്ത് വരൂലേ? ഉണ്ട്. പക്ഷെ നേരെ വൈകും. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ? എന്താ ഈ കാലഘട്ടത്തിന്? ദീനിന്റെ ഹുക്മിന്റെ മേൽ ക്ഷമിക്കാൻ എല്ലാവരും തയ്യാറാകും. ദീനിന്റെ ഹുക്മിന്റെ മേൽ ക്ഷമിച്ചിട്ടില്ലെങ്കിലോ, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം നമ്മെ ബാധിക്കുകയും എല്ലാവരാലും നാം ഒന്നുമല്ലാതായി തീരുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. നിയമങ്ങൾ എല്ലാവരും പാലിക്കാൻ തയ്യാറാകും. ദീനിന്റെ നിയമങ്ങൾ പാലിക്കണം. എന്താ നിലവിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം? ദീനിന്റെ നിയമങ്ങൾ പാലിക്കുക തന്നെ. അപ്പോൾ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ ഒരു സഹായം നമ്മെ ബാധിക്കും. എന്താ ദീനിന്റെ നിയമങ്ങൾ പാലിക്കല്? എന്താ ദീനിന്റെ നിയമങ്ങൾ പാലിക്കൽ? ഒരുപാട് ഹദീസുകളിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകളിൽ കാണാം, ആ കാലഘട്ടത്തിൽ അവർ യുഹല്ലിലൂനൽ ഹറാമ, ഹറാമായ കാര്യങ്ങളെ ഹലാലാക്കുന്നതിൽ അവർക്കൊരു മടിയും ഉണ്ടാകൂല. ഹറാമായ കാര്യത്തെ അവർ ഹലാലായി കണക്കാക്കും. ഹറാമായ കാര്യത്തെ സ്വാഭാവികമായി നടപ്പിലാക്കും. അതൊരു വിഷയം ഉണ്ടാവില്ല. അതിനെ അവർ പരിഗണിക്കുകയുമില്ല. വാജിബായ കാര്യങ്ങളെ തെർക്ക് ചെയ്യും. വാജിബായ കാര്യങ്ങളെ തെർക്ക് ചെയ്താലും അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറയണം, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ.
ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നില്ലെങ്കിലും വാജിബായ കാര്യങ്ങളെ തെറുക്ക് ചെയ്താലും എല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സത്യദീനിന്റെ വില എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വിലയാണ്. ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തൻഫഉ മൻ ഖാലഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയുന്നവർക്കെല്ലാം ഉപകാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൻഫഉ മൻ ഖാലഹാ വതുറദ്ദു അൻഹുൽ അദാബ വന്നിഖമ. പരലോകത്തെ അദാബിനെയും ദുനിയാവിലെ ബുദ്ധിമുട്ടിനെയും മറ്റുള്ള പ്രയാസങ്ങളെയും ശിക്ഷകളെയും എല്ലാം നീക്കം ചെയ്യാൻ തടയാനും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കഴിയും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മാലം യസ്തഖിഫു ബിഹഖിഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ നിസാരപ്പെടുത്താതിരുന്നാൽ മതിയാകും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബികൾ ചോദിക്കാറ് വമൽ ഇസ്തിഗ്ഫാഫു ബിഹഖിഹാ യാ റസൂലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസാരപ്പെടുത്തുക എന്നാൽ എന്താണ് നബിയെ? ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസാരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അയ്യൽഹറൽ അമലു ബിമആസില്ലാഹ്, അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ നാടാകെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാടാകെ വെളിപ്പെടുക. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലാഹുവിനെ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസമുള്ള കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ചെല്ലൽ നിർബന്ധമായ ഒരു ദിക്ർ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ വബിൽ ഖുർആനി ഹക്കമൻ വ ഇമാമാ. നിങ്ങളെ പ്രയാസങ്ങൾ അധികരിച്ചാൽ ഈ ദിക്ർ പരിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ വബിൽ ഖുർആനി ഹക്കമൻ വ ഇമാമാ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ ദിക്ർ പ്രയാസങ്ങൾ അധികരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ ദിക്റിനെ നിങ്ങൾ പെരുപ്പിക്കണമെന്ന് മുസ്തഫായ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശ്രദ്ധിക്കുക. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ വബിൽ ഖുർആനി ഹക്കമൻ വ ഇമാമാ. ഈ ദിക്ർ നിങ്ങൾ എപ്പോഴും പെരുപ്പിച്ച് നടക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കുക, എന്താ ഇതിന്റെ ഉള്ളിൽ അന്തർലീനമായത്? റളീനാ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി ഞങ്ങൾ ഇതാ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്നാമതായി പറയാം. അള്ളാഹുവാണ് ഞങ്ങളുടെ സംരക്ഷകൻ. ഇതാണ് നിങ്ങൾ ഈ ദിക്ർ ചെല്ലിയാൽ മാത്രം പോരാ, അതിൽ അന്തർലീനമായ ഒരു സംഗതി കിടക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്ന് റളീനാ ബില്ലാഹി റബ്ബൻ, റളീനാ ബില്ലാഹി ഇലാഹൻ എന്നല്ല, റളീനാ ബില്ലാഹി റബ്ബൻ. ഞങ്ങളെ രക്ഷിക്കാൻ അള്ളാഹു മതി എന്ന് ഞങ്ങൾ തൃപ്തിപ്പെട്ടു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റളീനാ ബില്ലാഹി റബ്ബൻ. ഈ റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആരെയാണോ റബ്ബ് തെർബിയത്ത് ചെയ്യുന്നത് ആ ആൾക്ക് ഗുണം മാത്രമേ ആ റബ്ബ് ചെയ്യൂ. അവനാണ് റബ്ബ്. അള്ളാഹു ആ കൂട്ടത്തിൽ ആ റബ്ബിനെ റബ്ബായി അംഗീകരിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ പെടുത്തട്ടെ. നിങ്ങൾ ചിന്തിക്കി, രക്ഷിതാവ് എന്ന് പറയൂലേ ബാപ്പ, രക്ഷിതാവ് എന്ന് പറയൂലേ ബാപ്പ. ബാപ്പ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? രക്ഷിതാവ്. ബാപ്പ നമ്മളെ തല്ലൂലേ? തല്ലും. എന്നാലും ബാപ്പ രക്ഷിതാവല്ലേ? ശത്രു നമ്മളെ തല്ലും, രക്ഷിതാവാണോ? പ്രയാസങ്ങൾ അധികരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ട ദിക്റാണ്, ചൊല്ലേണ്ട ദിക്റായി മുഹമ്മദ് മുസ്തഫ. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ വബിൽ ഖുർആനി ഹക്കമൻ വ ഇമാമാ. ഈ ദിക്റിനെ നിങ്ങൾ പെരുപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇതിൽ ഒന്നാമത്തെ വാക്കെടുക്കുക, റളീനാ ബില്ലാഹി റബ്ബൻ. അള്ളാഹുവിനെ ഞങ്ങൾ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ശരി, നമ്മൾ രക്ഷിതാവ്, ഞാൻ രക്ഷിതാവിലൂടെ പരിചയപ്പെടുത്താം. ബാപ്പാനെ നമ്മൾ പറയുന്ന പേരാണല്ലോ എന്ത്? രക്ഷിതാവ്. സ്കൂളിലെ പുസ്തകത്തിലെ രജിസ്റ്ററിൽ, മദ്രസയിലെ രജിസ്റ്ററിൽ എല്ലാം ബാപ്പാന് പേര് കൊടുത്തതാണ് എന്ത്? രക്ഷിതാവ്. ശരി, ബാപ്പ നമ്മളെ അടിക്കൂലേ? അടിക്കും. ചിലപ്പോൾ പുറത്താക്കൂലേ? പുറത്താക്കും. എന്നാൽ ബാപ്പാരന്നെ രക്ഷിതാവ്. ചിലപ്പോൾ അധ്യാപകന്റെ അടുത്ത് വന്നിട്ട് അടിക്കാൻ ബാപ്പ ഏൽപ്പിക്കും. എന്നാൽ ബാപ്പാരന്നെ ശത്രു നമുക്ക് ഭക്ഷണം തരും.
നമ്മളെ കൊല്ലാൻ തീരുമാനിച്ച ശത്രു കൊല്ലണിന്റെ തലേന്ന് നമുക്ക് ഭക്ഷണം തന്നേക്കാം, എന്നാലും അവൻ ആരല്ല, ഇഷ്ടമല്ല. ശത്രു നമ്മളെ മെത്തേക്ക് കടത്താം, എന്നാലും അവൻ നമ്മുടെ രക്ഷിതാവല്ല. ശത്രു നമുക്ക് പണം തരാം, എന്നാലും നമുക്ക് രക്ഷിതാവല്ല. ബാപ്പ നമ്മളെ അടിച്ചാലോ, എന്നാലും ബാപ്പ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, ബാപ്പ നമ്മുടെ രക്ഷിതാവാണ്. ബാപ്പ നമ്മളെ അടിച്ചാലും ബാപ്പ നമ്മുടെ രക്ഷിതാവാണ്. അപ്പൊ ഇന്നൊരു കാര്യം മനസ്സിലാക്കാം, എന്ത് മഅബൂദിന് നിന്ന് അബ്ദിന് മസ്ലഹത്തെ ലഭിക്കൂ. എന്ത് ലഭിച്ചാലും ബലാ ലഭിച്ചാലും ബലാഉം അബ്ദിന്റെ മസ്ലഹത്തായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും കഴിയില്ല. നല്ലോണം ചിന്തിക്കണം. പ്രയാസം അധികരിക്കുന്ന കാലഘട്ടത്തിൽ പറയേണ്ട ദിക്റാണ് എന്ത്? റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ വബിൽ ഖുർആനി ഹകമൻ വഇമാമാ. പ്രയാസം അധികരിച്ചാൽ ഇത് നിങ്ങൾ ചൊല്ലി നടക്കണം. ഒന്ന് റളീനാ ബില്ലാഹി റബ്ബാ, റബ്ബായി അല്ലാഹുവിൽ ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, എല്ലാ രഹസ്യങ്ങളും അദൃശ്യ കാര്യങ്ങളും വരെ അല്ലാഹുവിന്റെ കയ്യിലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി. കരയിൽ എന്ത് നടന്നാലും കടലിൽ എന്ത് നടന്നാലും ആരെ അറിവോടെ നടക്കൂ? അല്ലാഹുവിന്റെ അറിവോടെ നടക്കൂ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു മരത്തിന്റെ ഇല അല്ലാഹു അറിയാതെ താഴെ വീഴുകയില്ല. പിന്നെ ഒരു പൗരത്വ ബില്ല് മാത്രം എങ്ങനെ അല്ലാഹു അറിയാതെ ഇരിക്കൂ? ഏതും ആരറിയും? അല്ലാഹു അറിയും. എല്ലാം അല്ലാഹു അറിയും. അവനാണല്ലോ അല്ലാഹു. എന്ത് പ്രയാസം ഉണ്ടായാലും അത് ഒരാൾക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് പ്രയാസം ലഭിക്കാം, തൻ്റെ ഭാര്യയിൽ നിന്ന് ലഭിക്കാം, തൻ്റെ ഉപ്പയിൽ നിന്ന് ലഭിക്കാം. പക്ഷെ അവരൊക്കെ അവരവരുടെ ഗുണകാംക്ഷികളായിരിക്കും, എന്നാലും അങ്ങനെയൊക്കെ ലഭിക്കാം. പിതാവിൽ നിന്ന് പുത്രനും പുത്രിക്കും സാധാരണയായി ലഭിക്കാം, അങ്ങനെയൊക്കെ ലഭിക്കാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവില്ലാതെ ഒരു കാര്യം ലോകത്ത് നടക്കുകയില്ല. അല്ലാഹു നമ്മുടെ ആരാണ് താനും രക്ഷിതാവ് പറ. അല്ലാഹു നമ്മുടെ എന്ത് പ്രയാസം അധികരിച്ചാലും നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ് ഇത്. എന്ത്? റളീനാ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി ഞങ്ങൾ ഇതാ പൊരുത്തപ്പെട്ടിരിക്കുന്നു. റബ്ബിന്റെ ഉത്തരവാദിത്തം എന്താ? തർബിയത്ത് ചെയ്യാം. രക്ഷ നൽകി വളർത്തിയെടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? രക്ഷിതാവ്. രക്ഷ നൽകി വളർത്തിയെടുക്കുന്നവനാണ് ആര്? രക്ഷിതാവ്. റളീനാ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ നമ്മൾ റബ്ബായി അംഗീകരിച്ചു, അല്ലാഹു നമ്മൾ പൊരുത്തപ്പെട്ടു. അപ്പൊ റബ്ബിൽ നിന്ന് നമുക്ക് ശിക്ഷ വരാം. അപ്പോഴും റബ്ബാര് തന്നെ, റബ്ബന്നെ. ബാപ്പേനെ ശിക്ഷ വരാം, എന്നാലും ബാപ്പ രക്ഷിതാവ് തന്നെ. ബാപ്പേനെ ശിക്ഷ വരാം, എന്നാലും ബാപ്പ രക്ഷിതാവാണ്. അള്ളാഹുവിനെ ശിക്ഷ വരാം, എന്നാലും അള്ളാഹു ആരെന്നെയാ? ആരാണ്? രക്ഷിതാവാണ്. ബാപ്പ ചിലപ്പോൾ മകനെ ദ്രോഹിക്കാം, അള്ളാഹു ഒരിക്കലും അടിമയെ ദ്രോഹിക്കൂല, ഒരിക്കലും. വമാ റബ്ബുക ലൈസ ബിളല്ലാമിൽ ലിൽ അബീദ്, വമാ ഇലാഹുക എന്നല്ല അവിടെയും പറഞ്ഞു, വമാ റബ്ബുക ലൈസ ബിളല്ലാമിൽ. റബ്ബ് ഒരിക്കലും ആക്രമിക്കൂല. നമുക്ക് പൊരുത്തമാണ്. റബ്ബ അള്ളാഹു ആരാ? നമ്മുടെ റളീന ബില്ലാഹി റബ്ബൻ. റളീന ബിറബ്ബി ഇലാഹൻ അല്ല, റളീന ബില്ലാഹി റബ്ബൻ. റളീന ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി ഞങ്ങൾ പൊരുത്തപ്പെട്ടു. അതായത് അവനിൽ നിന്ന് ഞങ്ങൾക്ക് എന്തേ ലഭിക്കൂ? ലക്ഷ്യം മാത്രമേ ലഭിക്കൂ. അവൻ ആരാണ്? രക്ഷിതാവ്. മനസ്സിലാവാ പറഞ്ഞത്? ബാപ്പയെ നമുക്ക് എന്തേ ലഭിക്കൂ? രക്ഷ. ബാപ്പയെ നമുക്ക് എന്തേ ലഭിക്കൂ? നല്ലൊരു ബാപ്പയെ നമുക്ക് എന്തേ ലഭിക്കൂ? രക്ഷ. ഉറപ്പാണ് ബാപ്പയെ രക്ഷ ലഭിക്കുള്ളൂ. പക്ഷെ അതേ സമയത്ത് ബാപ്പ എപ്പോൾ അടിക്കും, എന്നാലും അതെന്താണ്? രക്ഷയാണ്. ചിലപ്പോൾ ഉസ്താദിനെ അടിക്കാൻ ബാപ്പ ഏൽപ്പിക്കും. നമ്മൾ സ്കൂളിൽ പോയി അല്ലെങ്കിൽ മദ്രസയിൽ വന്ന് ഉസ്താദിനോട് ബാപ്പ പറയും, എന്ത്, പിന്നെ അടിയുടെ കുറച്ച് കുറവുണ്ട്. ആ ആളെയാണ് പിന്നെ ബാപ്പ ഏൽപ്പിക്കണത്. എന്ത്? ചുട്ടടി കൊടുക്കണം. എന്റെ ബാപ്പ എന്നെ നിർത്തിയിട്ട് ഉസ്താദിനോട് അങ്ങനെ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ആ സെക്കൻഡിൽ വിചാരിച്ചു, ഈ മനുഷ്യന് ഒരു സ്നേഹവും എന്നോട് ഇല്ലല്ലോ. പക്ഷേ അന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് ഈ ദുനിയാവിൽ ഏറ്റവും സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യൻ ബാപ്പയാണ്, യാതൊരു സംശയമില്ല. കൊണ്ടോട്ടി കോടങ്ങാട് ദർസിലേക്ക് എന്നെ ബാപ്പ കൊണ്ടുവന്നു. അങ്ങനെ കാപ്പിൽ ഉമർ ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ നിർത്തി. എന്നിട്ട് പറഞ്ഞേ, മുസ്ലിയാരെ നമ്മൾ തമ്മിൽ വളരെ ചങ്ങായിമാരാണ് പണ്ട് മുതലേ, അതുകൊണ്ടാണ് എൻ്റെ മകനെ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇവനെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുകയാണെങ്കിൽ
മയ്യത്ത് നിസ്കരിക്കുമ്പോൾ എന്നോടൊന്ന് അറിയിക്കണം. ഇവൻ ഞങ്ങൾ എന്തിനാ കൊന്നെന്ന് ഞാൻ ചോദിക്കൂല. ഇവൻ എന്തുകൊണ്ട് നന്നായില്ല എന്ന് ഞാൻ ചോദിക്കും. ഞങ്ങളെ ഏൽപ്പിച്ചതുമ്പോൾ എന്തേ നന്നാകാഞ്ഞു അത് ഞാൻ ചോദിക്കും. അത് ഇപ്പം നന്നായിട്ടില്ലെങ്കിൽ ഞാൻ മഹേശ്വറിയിൽ സിറാത്ത് പാലത്ത് നിങ്ങൾ കയറുമ്പോൾ ഉണ്ടാവും, നിങ്ങൾ എൻ്റെ വാക്ക് പാലിച്ചിട്ടില്ല, എൻ്റെ കുട്ടിയെ നന്നാക്കാൻ ഏറ്റെടുത്തിട്ട് അത് നന്നായില്ല, നന്നാക്കിയില്ല എന്ന് ഞാൻ പറയും. ഇപ്പം ഞങ്ങൾ അടിച്ച് കൊന്ന് കുഴിച്ചിട്ടാൽ ചോദിക്കുകയില്ല, മയ്യത്ത് നിസ്കരിക്കുമ്പോൾ എന്നോടൊന്ന് പറയണം. അതിൽ ഞാനും വരും. ഹട്ടൻ ഈ 2 മനുഷ്യന്മാർ മരിച്ചു. ഉസ്താദ് മരിച്ചു, ബാപ്പയും മരിച്ചു. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നാൽ അതൊരു ദേഷ്യം തന്നെയാണ്. സ്നേഹം എന്നാൽ ഭയങ്കര സ്നേഹം, ദേഷ്യം എന്നാൽ ഭയങ്കര ദേഷ്യമാണ്. ബാപ്പയും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവരൊക്കെ നമ്മൾ ആരുമാണ്? പറയാ ആരാ? ഇലാഹാണ്. ഇലാഹിനെ നമുക്ക് തൃപ്തിയാണ്. ഇലാഹ് ആരാണെന്ന് റദീന ബില്ലാഹി അത് ആടിയിട്ട് ചെല്ലിയിട്ട് കാവ്യം കുടിച്ച് പോയാൽ പോരടാ. ഇതെന്താ ഈ പറഞ്ഞെന്ന് ചിന്തിക്ക്. പ്രയാസം അധികരിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? റദീന ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയാ വബിൽ ഖുർആനി ഹകമൻ വഇമാമാ. പ്രയാസം അധികരിച്ചാൽ നിങ്ങൾ ഇത് പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന്, അള്ളാഹുവിനെ റബ്ബായി ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇനാ നസല ബിക്കുമുൽ ബലാവു, നിങ്ങളിൽ വലിയ ആപത്തും പ്രയാസങ്ങളും ഇറങ്ങിയാൽ, ഇങ്ങോട്ട് നോക്കേ, നിങ്ങളിൽ പ്രയാസവും ആപത്തും ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? റളീനാ ബില്ലാഹി റബ്ബാ. നിങ്ങൾ പ്രയാസം ഇറങ്ങിയ ഒരു സമയത്താണ്. പക്ഷെ അപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന കാര്യം എന്തായിരിക്കും? പ്രയാസം ഇറങ്ങിയ കാലത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്തായിരിക്കും? വലിയ വലിയ പരീക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? എന്നിട്ട് നിങ്ങൾ നിയമത്തിൽ ഉണ്ട് താനും അള്ളാഹു പറയാൻ ഒന്നും നടക്കുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഇത് തെർബിയത്താണ്. ഇപ്പൊ പകുതി മനസ്സിലായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതാ നസല ബിക്കുമുൽ ബലാവു, നിങ്ങളിൽ ഒരു പരീക്ഷണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഫാക്കിസിറു, നിങ്ങൾ പെരുപ്പിക്കണം. എന്ത്? റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയാ വബിൽ ഖുർആനി ഹകമൻ വഇമാമാ. ഇതാ നസല ബിക്കുമുൽ ബലാവു, നിങ്ങളിൽ പരീക്ഷണം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? റളീനാ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിന്റെ റബ്ബായി ഞങ്ങൾ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്താണ്? ബലാ, ആപത്ത്, പ്രയാസം, പരീക്ഷണം. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. എന്ത്? അള്ളാഹു അറിയാതെ ഈ ലോകത്തൊരു കാര്യവും നടക്കൂല്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? റളീനാ ബില്ലാഹി റബ്ബൻ. ആ ഒരു പോയിന്റിലാണ് നിങ്ങൾ അള്ളാഹുവിനെ ആക്ഷേപിക്കുക. എത്ര കാലമായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? 1ാം ക്ലാസ്സിലിരുത്തി കുട്ടിയെ, നല്ല ഉസ്താദ്, നല്ല ബാപ്പ, 1 കൊല്ലം തേച്ചടിച്ച് ഭയങ്കര അടിയനായ ഉസ്താദ്. ശഅബമാസത്തിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ വിചാരിച്ച് അൽഹംദുലില്ലാഹ് ഇമ്മൊല്ലാക്കാൻ അറിയുന്നു, രക്ഷപ്പെട്ടല്ലോ, അടുത്ത കൊല്ലത്തിലേക്ക് എത്തി. 2ാം ക്ലാസ്സിൽ ഇരിക്കുമെന്നുള്ള സന്തോഷത്തിന് ഇങ്ങനെ തുള്ളിച്ചാടി വരികയാണ്. 2ാം ക്ലാസ്സിലെ ഉസ്താദ് കുറച്ച് സോഫ്റ്റാ, 1ാം ക്ലാസ്സിലെ മൊല്ലാക്ക തല്ലോടല്ല. അങ്ങനെ ബാപ്പയും മൊല്ലാക്കയും കൂടെ മദ്രസ തുടങ്ങിയപ്പോൾ മദ്രസയുടെ ചെരുവിലേക്ക് പോയി ഒന്ന് മാറി നിന്ന് സംസാരിച്ച് പിന്നെ ബാപ്പ വന്ന് ഉസ്താദും വന്ന് നമ്മളെ കൈ പിടിച്ച് ആരെന്നെ മൊല്ലാക്ക. നമ്മൾ ബാപ്പാനെ കണ്ടു നോക്കി. അപ്പൊ നമ്മൾ ബാപ്പ ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ 1 കൊല്ലം കൂടി അടി പിരിച്ച്. നമുക്ക് ജയിക്കുന്നതിനേക്കാൾ വലിയ പുതിയായിരുന്നു എന്ത്? ഈ തല്ലിനൊന്ന് കഴിച്ചിലാവുക. 1 കൊല്ലം കൂടി തല്ലുറപ്പ്. പിറ്റേത്തെ കൊല്ലം എവിടെ എത്തി? 1ാം ക്ലാസ്സിലെത്തി. മനസ്സിലായോ നിങ്ങൾക്ക്? പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ ബാപ്പ നമ്മളെ ദ്രോഹിച്ച്. നമ്മൾ വീട്ടിൽ വന്നാൽ അമ്മനോട് ചിലപ്പോൾ ചൂടാവും ചെയ്യും. അപ്പൊക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ചെറിയ മാർക്കിന്റെ കുറവല്ലേ ഉള്ളൂ. അവൻ 2ാം ക്ലാസ്സിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ തല്ല് രക്ഷപ്പെട്ട്. ബാപ്പ പിന്നെ എവിടെ എത്തി പറയാൻ? കാരണം 2ാം ക്ലാസ് വിഷയമല്ല, 1ാം ക്ലാസ്സിൽ തല്ല് വീണ്ടും കിട്ടണം. അക്ഷരം ലെവലായി പോയാൽ പിന്നെ 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒന്നും വിഷയമല്ല, 1ാം ക്ലാസ്സാണ് വിഷയം. 1 കൊല്ലം കൂടി തല്ലി വിധിച്ച്. ആര്? ബാപ്പ. മൊല്ലാക്കയുടെ കൈ കിട്ടിയ എന്തുറപ്പാണ്? എന്തുറപ്പാ? തല്ലുറപ്പാ. എന്നാ ബാപ്പ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പരീക്ഷയിൽ കുറച്ച് മാർക്കിന്റെ കമ്മിയേ ഉള്ളൂ, ബാപ്പ വിചാരിച്ചാൽ മതി. പാസ് മാർക്കിനൊക്കെ ഉണ്ട് താനും, പക്ഷെ പാസ് മാർക്ക് ആരും സംഭവിച്ചില്ല. ബാപ്പ മരിച്ചില്ല. കൊല്ലം അവിടെ തന്നെ എന്നോട് നമുക്ക് മദ്രസ പൊളിഞ്ഞാടിയെങ്കിൽ ഈ മൊല്ലാക്കൊന്ന് മരിച്ചുവെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോയി. മൊല്ലാക്ക മരിക്കൂല, മദ്രസ പൊളിഞ്ഞാടൂല. ബാപ്പ വാക്ക് പറഞ്ഞാലും മതി, പക്ഷെ ബാപ്പ പറയില്ല. 1 കൊല്ലം കൂടെ അടുത്ത് നോട്ടെ.
ബാപ്പ ആരുമാണ്? ഓ റദീന ബില്ലാഹി റബ്ബൻ. 2ാം ക്ലാസ് നിനക്ക് പ്രയാസമില്ലാതായാൽ മാത്രമേ 1ാം ക്ലാസ്സിൽ നിന്ന് ഏറ്റവും നല്ല റബ്ബ് കയറ്റി വിടുള്ളൂ. അപ്പൊ 1ാം ക്ലാസ്സിൽ നിന്ന് കുറച്ചും കൂടി തല്ലിട്ടേണ്ടി വരും. 4 ബാപ്പാരന്നെയാ ചെറിയ 4 ഉള്ളവരന്നെയാ റദീന ബില്ലാഹി റബ്ബൻ. തല്ലി നമുക്കാണ് ആവശ്യം. നല്ലോണം ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സ് തുറക്ക, അള്ളാഹു ബോധം തരട്ടെ. പ്രയാസങ്ങൾ അധികരിച്ചാൽ നിങ്ങൾ എന്ത് പറയണോ? നിങ്ങളിൽ പരീക്ഷണം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പെരുപ്പിക്കുക. എന്ത് പെരുപ്പിക്കുക? റളീന ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബാണെന്ന് ഞങ്ങൾ ഇപ്പോഴും പൊരുത്തപ്പെട്ടിരിക്കുന്നു. പക്ഷേ സഹിക്കുന്നത് എന്താണ്? പരീക്ഷണം. എന്നിട്ട് പറയുന്നേ റബ്ബ് രക്ഷിക്കുന്നവനാണ്. ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ശിക്ഷ. എന്നിട്ട് പറയുന്നത് എന്താണ്? റബ്ബാണ്, രക്ഷിതാവാണ്. ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശിക്ഷയാണ്. പറയുന്നത് എന്താണ്? രക്ഷിതാവാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ മാറ്റി തിരുത്താം. പക്ഷെ നമ്മൾ നന്നാവൂല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ മാറ്റി തിരുത്താം. ബാപ്പാക്ക് വേണമെങ്കിൽ 2ാം ക്ലാസ്സിലേക്ക് കയറ്റാം. മനസ്സിലായോ പറഞ്ഞത്? നല്ലവനല്ലാത്ത ദുരഭിമാനിയായ ബാപ്പയാണെങ്കിൽ മാർക്ക് കുറച്ചിട്ടതിന്റെ പേരിൽ ഉസ്താദുമാരെ ആക്ഷേപിച്ചിട്ട് നേരെ 2ാം ക്ലാസ്സിലേക്ക് കയറ്റിക്കും ചെയ്യും. അപ്പോഴും വിചാരിക്കും നല്ല ബാപ്പയാണ്. അത് നല്ല ബാപ്പയല്ല. എന്റെ കുട്ടിക്ക് ഞങ്ങൾ മാർക്ക് കുറച്ചിട്ടു എന്ന പേര് പറഞ്ഞ് ഉസ്താദുമാരോട് 1ാം ദിവസം വഴക്കുണ്ടാക്കിയിട്ട് മാർക്ക് കൂട്ടിയിട്ട് ഇടിച്ചിട്ട് 2ാം ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തുന്ന ബാപ്പമാരും ഉണ്ട്. ഇല്ലേ? പറയാ, അത് നല്ല ബാപ്പയാണോ? അല്ല. ആരാ നല്ല ബാപ്പ? നിങ്ങളിൽ പരീക്ഷണം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പെരുപ്പിച്ചു പറയുക നമുക്ക് എന്താണെങ്കിലും നമുക്ക് നേട്ടം ഉണ്ടാവും. നമുക്ക് ആവറേജ് ആക്കി തൂക്കിയാൽ നേട്ടം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ലാസ്റ്റ് നേട്ടമായിരിക്കും. നേട്ടം തന്നെ ആവുള്ളൂ. ഇത് 1ാം ക്ലാസ്സാണ്. 1ാം ക്ലാസ് കുറച്ചുകൊണ്ട് തല്ലിട്ടേണ്ടി വരും. ലെവലായാലോ 1ാം ക്ലാസ്സിലെ ലെവൽ ആയിക്കഴിഞ്ഞാൽ അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ ഗുണാണ്. ആ ഗുണം തന്നെയാണ്. 1ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ചില്ലെങ്കിലോ ഇനി PhDക്ക് പോയാലും ലെവലാവൂല്ല. 1ാം ക്ലാസ്സിൽ അക്ഷരം ലെവലായില്ല. മുല്ലാക്കാക്ക് നൂനെന്ന് പറയാൻ വയ്യ. അപ്പൊ മുല്ലാക്ക നൂണെന്ന് പറയാ. അപ്പൊ കുട്ടികളോട് പറയും നൂണ്. അപ്പൊ കുട്ടികളും പറയും നൂണ്. അപ്പൊ പിന്നെയും പറയും നൂണ്. അങ്ങനെയല്ല, നൂണ്. അപ്പോഴും കുട്ടികൾ പറയും നൂണ്. അപ്പൊ മുല്ലാക്ക പറയും എനിക്ക് നൂണ് എന്ന് പറയാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ നൂണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ നൂണ് തന്നെ പറയണം. അപ്പോൾ കുട്ടികൾ എന്ത് പറയും? നൂണ് തന്നെ പറയും. മുല്ലാക്കാക്ക് നൂന് എന്ന് പറയാൻ അറിയില്ല. മുല്ലാക്കാക്ക് എന്തേ അറിയുള്ളൂ? മുല്ലാക്ക എങ്ങനെ നൂന് എന്ന് പറഞ്ഞാലും നൂണ് എന്നാവും. അപ്പം കുട്ടികളോട് നൂണെന്ന് പറയും. അപ്പൊ കുട്ടികൾ നൂണെന്ന് പറയും. പിന്നെ പറയും നൂണ്. അപ്പോൾ പറയും കുട്ടികൾ നൂണ്. അപ്പൊ പിന്നെ മുല്ലാക്ക പറയും എന്ത്? എനിക്ക് നൂണ് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ നൂണ് തന്നെ പറയണം. അപ്പോഴും കുട്ടികൾ എന്ത് പറയും? നൂണെന്ന് പറയും. എത്തോട്ട് 1ാം ക്ലാസ് പഠിച്ച പോലത്തെ ആവുള്ളൂ. അക്ഷരം ലെവലാകേണ്ട 1ാം ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ ഇത് പരീക്ഷണത്തിന്റെ ഒരു ഘട്ടമാണ്. അല്ലാഹു നമ്മുടെ റബ്ബുമാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ മനസ്സിലാക്കി ഒരു കൊല്ലം നമ്മൾ തല്ലുകൊള്ളാൻ തീരുമാനിച്ച് ബാപ്പ തീരുമാനിച്ച് തല്ലുകൊണ്ടേ മതിയാവും. ആ തല്ല് ഭയങ്കര സുഖമായി മാറും. പിന്നീട് അയാളടുത്ത് ലെവലായി അക്ഷരം ലെവലായി കിട്ടിയാൽ ലെവലായി. നിങ്ങളിൽ ബലായി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നാൽ ഈ ബലായിനെ പെടുത്തു നീക്കാൻ റബ്ബിന് കഴിയും. പക്ഷെ ബല അങ്ങനെ എടുത്തു നീക്കാൻ പറ്റൂല. ബല എടുത്തു നീക്കാൻ പറ്റൂല. ബീജം പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചാൽ പെണ്ണ് എന്ത് ചെയ്യും? പെണ്ണ് 4-5 മാസം ഛർദ്ദിച്ചുകൊണ്ട് നടക്കും. കരുണയുള്ള ഭർത്താവാണ്, കരുണയുള്ള ബാപ്പയാണ്, കരുണയുള്ള ഉമ്മയാണ്, കരുണയുള്ള കുടുംബമാണ്. ഭർത്താവിനാകട്ടെ അവളോട് വലിയ ഇഷ്ടവുമാണ്. ഇനി എന്താ ചെയ്യാനുള്ളത്? ഭർത്താവ് കാരണമാണ് ഇവളെ ഗർഭപാത്രത്തിൽ ബീജമെത്തിയത്.
ഈ 4-5 മാസം ഛർദിയോട് ഛർദി, പിന്നെ നടക്കാൻ വയ്യാതെ നടക്കണം, പിന്നെ 4 മാസം വേറെ, പിന്നെ കഷ്ടപ്പെട്ട് വേദനിച്ച് പ്രസവിക്കുകയും വേണം. ഭർത്താവിന് കരുണയില്ലേ? ഏറെ കരുണയുണ്ട്. ഈ ഭർത്താവ് ഇപ്പോൾ തൽക്കാലം അവൾ വിചാരിക്കുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അവളെ ഗർഭപാത്രത്തിൽ നിന്ന് നുത്തുഫത്തിനെ നീക്കം ചെയ്യണം. നുത്തുഫത്തിനെ നീക്കം ചെയ്താലുള്ള ദോഷം എന്താ? അവൾക്ക് ഉമ്മയാകാൻ കഴിയൂല, കുട്ടിയെ കിട്ടുകയില്ല. അപ്പോൾ ഭർത്താവ് കാരണമായി അവൾ 4-5 മാസം ഛർദ്ദിച്ചു നടന്നു. ഭർത്താവിന് കരുണല്ലേ? ഉണ്ട്. പിന്നെ 4 മാസം അവൾ വയറുന്തി നടന്നു. ഭർത്താവിന് കരുണല്ലേ? ഉണ്ട്. ബാപ്പാക്കില്ലേ? ഉണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തേ മതിയാവൂ, എന്നാലേ ഓക്കെ എന്ത് കിട്ടുള്ളൂ? കുട്ടി ഉണ്ടാവുള്ളൂ. കുട്ടിയോ പൗരത്തും സാലിഹുലോ കുട്ടിയെ കിട്ടിയാൽ അവളെ ഖബറിൽ രക്ഷപ്പെടാൻ പോലും അത് മതിയാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ദുനിയാവിൽ അവളെ താങ്ങാനും കുട്ടി മതി, ആഖിറത്തിൽ അവളെ കമ്മി പരിഹരിക്കാനും കുട്ടി മതി. നുത്ഫത്തിനെ നീക്കം ചെയ്താലോ തൽക്കാലം ഒക്കെ ഒരു പ്രയാസം ഉണ്ടാവില്ല, പക്ഷേ പിന്നുള്ള പ്രയാസം അവർക്ക് പരിഹരിക്കാനോട്ട് കഴിയൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഭർത്താവ് രക്ഷിതാവല്ലേ? ആണ്. ബാപ്പ രക്ഷിതാവല്ലേ? ഉമ്മ രക്ഷിതാവല്ലേ? റളീനാ ബില്ലാഹി റബ്ബൻ, വളരെ പഠിക്കണം. റളീനാ ബില്ലാഹി റബ്ബാ. എന്നാൽ ഈ പ്രയാസം മുഴുവനും ഭർത്താവിനെ കൊണ്ട് സഹിക്കേണ്ടി വന്നതാണ്. ഭർത്താവിന് അവളോട് കരുണയില്ലേ? ഉണ്ട്. എന്തൊരു കരുണുണ്ട്! പക്ഷേ അതവൾ സഹിക്കേണ്ടി വരും. സഹിക്കാൻ അവൾക്ക് ഉമ്മയാകാൻ കഴിയുകയില്ല. ഉമ്മയായാല് അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്തി, മറ്റുള്ളവരുടെ മക്കളുടെ സ്വർഗമെന്നാൽ ഉമ്മാടെ കാലിന്റെ ചുവട്ടിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവളെ കാൽ ചുവട് പോലും സ്വർഗമായി മാറണമെങ്കിൽ അവൾ ക്ഷമിക്കുന്ന വേണം. ഇല്ലെങ്കിലോ ഇപ്പോൾ നുത്ഫത്തിനെ നീക്കം ചെയ്യാം, പിന്നെ ഉമ്മയാവൂല. അപ്പോൾ ആ പ്രയാസം അനിവാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരാം. മനസ്സ് തുറന്ന് പറ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഒരു പരീക്ഷ ഉണ്ടാകുമ്പോൾ വിചാരിക്കേണ്ടത്, ഈ പരീക്ഷണം എൻ്റെ വളർച്ചക്കും എൻ്റെ വികാസത്തിനും എൻ്റെ നേട്ടത്തിനും ഈ പരീക്ഷണം അനിവാര്യമാണ്. ഒരിക്കലും ആക്ഷേപിക്കരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ റബ്ബ് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഏത് ബലാ ഉയർത്താൻ കഴിയും. പക്ഷേ ആ ബലാ ഉയർന്നു പോയാൽ നേട്ടങ്ങളൊക്കെ ഉയർന്നു. നേട്ടങ്ങൾ ഉണ്ടാവണ്ടേ? ചിന്തിക്ക്. ഏതൊരു ഉപകാരത്തിനും പ്രയാസമുണ്ടാവും. ഒരു മാവിന്മേൽ എന്ത് ചെയ്തു? കണ്ണിമാങ്ങയുണ്ടായി. അപ്പോൾ അതിന്റെ കൊമ്പുകൾ എന്ത് ചെയ്യേണ്ടി വരും? ആ കൊമ്പുകൾ സ്വാഭാവികമായും ഭാരം വഹിക്കേണ്ടി വരും. പടർന്ന് നിൽക്കുന്ന കൊമ്പുകളെ മേൽ ഭാരം വഹിപ്പിച്ചു. അതിനെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി. പിന്നെ മാങ്ങ വളർന്ന് അതിനനുസരിച്ച് മാങ്ങ വളർന്ന് അതിനനുസരിച്ച് ഭാരം കൂടി. മാങ്ങ വളരുന്നതിനനുസരിച്ച് കൊമ്പുകൾക്ക് ഭാരം കൂടി. അതായത് കണ്ണിമാങ്ങയപ്പോൾ ഇത്ര താഴ്ന്നിരുന്ന മാവ് വലിയ മാങ്ങയപ്പോൾ ഇങ്ങനെയായി. അങ്ങനെ തന്നെയല്ലേ? പിന്നെ എന്ത് ചെയ്ത്? പിന്നെ നാട്ടുകാരെ കൊണ്ട് മുഴുവനും പടച്ചോൻ ആ മാവിനെ എറിയിപ്പിച്ച്. ഉണ്ടോ ഇല്ലേ? പറ മനുഷ്യന്മാര് പറ. നാട്ടുകാര് മുഴുവനും കാണുന്നവര് മുഴുവൻ എറിഞ്ഞു. അപ്പൊ ഈ മാവ് എന്ത് വിചാരിച്ച്? ഒരു ഉപകാരമില്ലാത്ത മറ്റേ അമുക്ക് അവിടെ കിടക്കണം, ഒരു മനുഷ്യനറിയില്ല. ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തിട്ടും ഇന്നെറിയാണല്ലോ, എന്നെറിയണം, അപ്പഴേ എൻ്റെ അത് പൂർത്തിയാവുള്ളൂ. മറ്റോനെ അള്ളാഹു തല ഏറ്റെടുത്തരനില്ല. ആരെ? മാങ്ങല്ലാത്ത മാവിനെ അള്ളാഹു തല ഒന്ന് പറയടാ. മനസ്സിലാകുന്നത് പറഞ്ഞത്? മറ്റേ മാവ് എപ്പോഴും ഇങ്ങനെയൊക്കെ. ഈ മാവ് കണ്ണിമാങ്ങണ്ടായപ്പോ തന്നെ തൂങ്ങി. പിന്നെ ഓരോ ദിവസം തൂങ്ങി. പിന്നെ ഒരു 3/4 കിലോ ഓരോ കിലോ ആയി. എന്ത്? ഓരോ മാങ്ങ അതിനനുസരിച്ച് ഇങ്ങനെ അത് പൊട്ടി വീഴുന്നതായിപ്പോയി.
അങ്ങനെ ഉണ്ടായി. അള്ളാഹു തആലക്ക് വേണമെങ്കിൽ ഒറ്റ കാറ്റടിച്ചിട്ട് ഈ കണ്ണിമാങ്ങ മുഴുവൻ ഇല്ലാതാക്കിക്കൂടെ. പക്ഷെ എന്തിന് കഴിയില്ല എന്നറിയോ? ഈ മാങ്ങക്ക്, ഈ മാവിന് ചരിത്രത്തിൽ ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട്. എന്ത്? ഇനി അതിന് മാങ്ങ അണ്ടിയാവും, നാട്ടുകാർക്കൊക്കെ അത് ഉപകാരമാവും. മാങ്ങയാവുമ്പോൾ പിന്നെന്ത് ചെയ്യും? ഒരു സന്ദർഭം കഴിഞ്ഞാൽ ഈ മാവ് ഉണങ്ങിപ്പോവും. അപ്പോൾ ഈ മാങ്ങയിൽ നിന്നുണ്ടായ 8 or 10 മാവ് അതേ പറമ്പിലുണ്ട്. 10 മാവ് അപ്പുറത്തെ കുഞ്ഞോമ്മന്റെ പറമ്പിലുണ്ട്. അപ്പം 10 മാവ് 15 മാവ് ഈ മാവിൽ നിന്നുണ്ടായ, ഈ മാങ്ങയിൽ നിന്ന് അണ്ടിയിൽ നിന്നുണ്ടായ ഒരു 15 അപ്പുറത്തെ നഫീസയുടെ പറമ്പിലുണ്ട്. ഈ ഒരു മാവ് ഉണങ്ങിപ്പോയി. അപ്പൊ നമ്മൾ പറയുന്നുണ്ട്, നമ്മളെ മൂത്താപ്പ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ പണ്ടൊരു മാവിൻ്റെ അത് തറവാട്ടിനെ മുറ്റത്ത് വെച്ചിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് വല്ലിപ്പാന്റെ കാലത്തുണ്ടായതാ. അങ്ങനെ വല്ലിപ്പൊക്കെ മരിച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോയി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏകദേശം പറമ്പിലൊക്കെ മര്യാദക്ക് മാങ്ങുന്നത് അതിനെക്കൊണ്ടാ. അതിനിപ്പോ എന്തൊക്കെ സഹിക്കണം? ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرمي عن ثمره. ലോകം മുഴുവനും മുസ്ലിമീങ്ങളെ ഇന്നറിയുകയാണ്. എന്തുകൊണ്ട്? പഴമുള്ള ഒരേ ഒരു മരം എന്നാൽ അത് ഇസ്ലാമാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് എറിഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. ലോകം മുഴുവനും ഇന്ന് ഇസ്ലാമിനെ അറിയാം. അത് ഫലം കായ്ക്കുന്ന മരത്തോടുള്ള ഏറാണ്. ബേജാറാവണ്ട. പഴം പൂത്ത് നിൽക്കുന്ന മരത്തെ മാത്രമേ എറിയുകയുള്ളൂ. ഫലമില്ലാത്തതിനെ ഒരാളും എറിയുകയില്ല. അതുകൊണ്ട് എറിഞ്ഞോട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്. ഈ കഷ്ടപ്പാട് അനുഭവിക്കാതെ ആയിരക്കണക്കായ പറമ്പുകളിലായി ഈ ഒരു മാവ് കാരണം പിൽക്കാലത്ത് മാവ് നിറഞ്ഞിരിക്കുന്നു. ആരാ കാരണം? ഒരു മാവ്. മറ്റേ മാവോ? അക്കാലത്ത് വേറൊരു മാവിനെയും മാവും തൈനെയും വല്ലിപ്പ കൊണ്ടുവന്നിരുന്നു. അത് പൂത്തില്ല. 2 കൊല്ലം 10 കൊല്ലം. പിന്നെ അതങ്ങനെ നിന്നു. പിന്നെ അതിനെന്ത് ചെയ്തു? പിന്നെ എന്തോ ഒരു കാര്യം ഉണ്ടായപ്പോൾ, എന്തോ ഒരു കല്യാണം ഉണ്ടായപ്പോൾ അത് വെട്ടിയിട്ട് അതിനെ സൈസാക്കി വിറകാക്കി അത് മകളുടെ കല്യാണം നടത്തിയതുകൊണ്ട് പാളനില്ല. അതിനാരും എറിയാനും പോയില്ല. പക്ഷേ അതിനൊരു പിൻഗാമിയുമില്ല, അതിനൊരു സാന്നിധ്യവുമില്ല. പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ അദാബാണെന്ന് മനസ്സിലാക്കരുത്. പകരം അള്ളാഹുവിന്റെ തർബിയത്താണെന്ന് മനസ്സിലാക്കണം. റളീനാ ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞാൽ ബലാഗുകൾ അദാബല്ല, ബലാഗുകൾ തർബിയത്താണ്. തർബിയത്ത് നടത്തുന്നവനാണല്ലോ റബ്ബ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? റളീനാ ബില്ലാഹി റളീനാ ബില്ലാഹി റബ്ബൻ. ബലായി എന്ന് പറഞ്ഞാൽ അദാബല്ല, അദാബ് ആഖിറമാണ്. അത് പരിഹരിക്കാൻ കഴിയുകയുമില്ല. ദുനിയാവിലെ ബലാ തർബിയത്താണെന്ന് മനസ്സിലാക്കിയാലോ നന്നാകാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാൾക്ക് 2 ലോഹം കിട്ടി മണ്ണിൽ നിന്ന്, 2ന് തീയിലിട്ട്. 1-ാം ദിവസം തന്നെ മനസ്സിലായി ഒരു ലോഹം സ്വർണമല്ല. വേഗം അതിനെ കുപ്പയിലേക്ക് വലിച്ചത്. വൃത്തികേടുള്ള ചാണകമുള്ള കുപ്പയിലേക്ക് എറിഞ്ഞ്. പിന്നെ വലാതിരി അതിനെ അത് എവിടെയാന്ന് പിന്നെ നോക്കിയില്ല. അത് കുപ്പയിൽ കിടന്ന് നായക്കാട്ടോ പട്ടിക്കാട്ടോ ഒക്കെ ഉള്ള കുപ്പയിൽ കിടന്ന് 1-ാം ദിവസം തന്നെ കുറച്ച് തീ കയറ്റിയപ്പോൾ മനസ്സിലായി ഇത് സാധനം എന്താണ്? സ്വർണ്ണാണ്. എങ്കിൽ ഇനി അയാൾക്ക് ആഴ്ചകളോളം പണി എന്തായിരിക്കും? എന്താ? തീ കയറ്റുക. തീ അങ്ങോട്ട് കയറ്റും. പിറ്റേന്ന് പണി എന്താ? തീ കയറ്റും. പിറ്റേന്ന് പണി എന്താ? തീ കയറ്റും. സത്യത്തിൽ ഉപകാരിയാണത്. മറ്റേ ഒരു അയരക്കായ്ക്ക് പറ്റൂല. എന്നിട്ട് അതിനൊന്നും കാട്ടിയില്ല. എന്തുകൊണ്ട്? അതിനെ കാട്ടിയിട്ട് കാര്യമില്ല. ഇതിന് പിന്നെ കൊടുക്കും. ഒരു ജനതക്ക് മാത്രമേ ലോകത്തെ മാറ്റാൻ കഴിയൂ. അത് ഖുർആനിലുകാർക്കാണ്. അപ്പോൾ അവരെ തീ കയറ്റിക്കൊണ്ടേയിരിക്കും. എന്തിന്? കീടും പൂർത്തിയാണോ? നിങ്ങൾ ആഭരണം ഉണ്ടാക്കാൻ വേണ്ടി ലോഹങ്ങളെ തീയിലിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ഒരു വേള ഒരാൾ എന്ത് ചെയ്തു എന്നറിയോ? ലോഹത്തിൽ
സ്വർണത്തിൽ തീ കയറ്റുന്നതിൽ കുറച്ച്. അപ്പോൾ ഒന്നോ ലോഹത്തിൽ തീ കയറ്റുന്നത് കുറച്ച് സങ്കല്പിക്കുകയും പിന്നെ അതൊരു ആഭരണമായി ഒരു പെണ്ണിന്റെ കഴുത്തിലിട്ടാൽ പോലും അതിന് മാറ്റുണ്ടാവുകയില്ല, അതിന് ഭംഗി ഉണ്ടാവൂല. എന്തുകൊണ്ട്? അതിൽ തീ കയറ്റുന്നത് കുറച്ചിരിക്കുന്നു. വിൽക്കാൻ നോക്കിയിട്ട് ബജാറിൽ കൊണ്ടുപോയി ഏത് പിടിയിലും വേണ്ട ഇവിടെ കൊടുത്തു. ഞാനിപ്പോ നമ്മൾ എടുക്കില്ല. മറ്റൊരു പറഞ്ഞു ഇത് ഞാൻ കൊടുക്കൂല, ആരും എടുത്തില്ല. എന്റെ പ്രശ്നം ആഭരണമാക്കിയപ്പോൾ തീ കുറച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ റബ്ബായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഒന്നാം ദിവസം ആദമിനെ സുജൂദ് ചെയ്യാൻ മടിച്ചവനും ഇബ്ലീസ്. അതെല്ലാം കഴിഞ്ഞ് ആദമും ഭാര്യയും അലൈഹിം അസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ അങ്ങനെ രമിച്ചും രസിച്ചും കഴിഞ്ഞു കൂടുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് കയറി ചെല്ലാനുള്ള തന്ത്രം മെനഞ്ഞു കൊടുത്തതും ഈ കയറി ചെല്ലാനുള്ള സൗകര്യം കൊടുത്തതും അല്ലാഹ്. ഒന്നാം ദിവസം തന്നെ ആദരിച്ചില്ല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എന്നാൽ അന്നത്തോട് കൂടെ തന്നെ അല്ലാഹു തആല ഇബ്ലീസിനെ ഒഴിവാക്കിക്കൂടെ? കൊല്ലാലോ. ജയിപ്പിക്കുന്നവനും അവനാണ്, മരിപ്പിക്കുന്നവനാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പം കള്ളനാണ്. പിന്നെ ആദം സ്വർഗത്തിലായി. സ്വർഗത്തിലും ആര്? ഇബ്ലീസ്. പിന്നെ ആദം ഭൂമിയിൽ വന്ന്. അപ്പൊ അല്ലാഹു പറഞ്ഞൂടെ എന്ത്? പിന്നെ ഇബ്ലീസേ ഇനി മേലാ വയ്ക്കരുത്. ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു, നീ ചെയ്തില്ല. ആദമിനെ സ്വർഗത്തിൽ ആക്കി, അവിടുന്ന് സ്വീപ്പാക്കി. ഭൂമിയെ പോലെ വേറെയും ഭൂമിയുണ്ട് എന്ന് ഖുർആൻ. ഭൂമിയെ പോലെ വേറെയും ഭൂമിയുണ്ട് എന്ന് ഖുർആൻ. ഭൂമി ഒന്നൊന്നുമല്ല, ഭൂമിയെ പോലെ ഇനിയും ഭൂമിയുണ്ട് എന്ന് ഖുർആൻ. ഏറ്റവും വലിയ ഉപകാരം ചെയ്ത ആളാണ് ആര്? ഇബ്ലീസ്. റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ട, ലഅനത്തുള്ളാഹിന്നാണ്. നമുക്ക് ഏറ്റവും ഉപകാരം ചെയ്ത ആളാണ് ആര്? ഇബ്ലീസ് ലഅനത്തുള്ളാഹി അലൈഹി എന്നാണ് പറഞ്ഞാളാ. പക്ഷെ ഏറ്റവും ഉപകാരം ചെയ്ത ആളാരാ? ഇബ്ലീസ്. പരീക്ഷണം വേണമെന്ന് പറയടോ, അൽഹംദുലില്ലാ എന്ന് പറയടോ. എന്ത് പരീക്ഷണം അല്ലെങ്കിൽ എന്തിനോട് വിജയത്തിന് എന്ത് തിളക്കുള്ളു, എന്ത് വിലയുള്ളു? പാട്ടുകച്ചേരി നടന്നപ്പോൾ അവാർഡ് കൊടുത്തു. പിറ്റേന്ന് ഒരുത്തരം തോന്നി എനിക്ക് അവാർഡ് കിട്ടണം. അവൻ ഒറ്റക്ക് പാടി, ഓൻ തന്നെ പ്രൈസ് ഇട്ട്, ഓൻ തന്നെ മെഡൽ വാങ്ങി. എന്ത് വിലയുള്ളു? അപ്പോൾ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പരീക്ഷണത്തിന്റെ തിളക്കമാണ് മനുഷ്യന്റെ തിളക്കം. പരീക്ഷണത്തിൽ ആരാണോ എതിരാളി, ഒരു നിലക്ക് അവൻ എതിരാളിയാണെങ്കിൽ ഒരു നിലക്ക് അവൻ സഹായിയാണ്. അവനില്ലെങ്കിൽ നമ്മളാവൂല. ചിന്തിക്ക്. ഒന്നുമില്ല. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയാണെങ്കിൽ മണ്ടപ്പനായിരിക്കും. 10 കുട്ടിയാണെങ്കിൽ അവൻ 10 ജയിക്കണം. 20 കുട്ടിയാണെങ്കിൽ 20 ജയിക്കണം. 30 കുട്ടിയാണെങ്കിൽ 30 ജയിക്കണം. 5 ലക്ഷം ആളുകൾ എൻട്രൻസിൽ എഴുതിയിട്ട് ഒരു കുട്ടിക്ക് അവാർഡ് വാങ്ങിയാൽ, ഒരു കുട്ടി റാങ്ക് ഹോൾഡർ ആയാൽ ബലുണ്ട്. എത്ര ആളോട് ജയിച്ച്? 5 ലക്ഷത്തോട് 4,99,999 ആളോട് ജയിച്ച്. ഇവരൊക്കെ വരെ എതിരാളികളുമാണ്. വലിയ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കൂല. എന്തുകൊണ്ട്? ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, റൂംമേറ്റുകളുണ്ട്, ചോദിച്ചാൽ പറയില്ല. നമ്മൾ വീട്ടിൽ പോകുകയാണെങ്കിൽ അവർ നമ്മളെ ബസ് വരെ കയറ്റുന്നത് വരെ കൊണ്ടുവന്ന് ബാഗ് ബസ്സിൽ വെച്ച് തരും. എന്തുകൊണ്ട്? ഇപ്പോൾ പോകുകയാണല്ലോ, അത്ര ദിവസം പഠിക്കൂല. ഡിഗ്രി ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, എന്ത് റൂംമേറ്റുകളുണ്ട്, ചോദിച്ചാൽ പറഞ്ഞില്ല. ഞാൻ രാത്രി 8 മണിയായ 9 മണിയായ എൻ്റെ റൂംമേറ്റ് ഉണ്ട്. ഈ കുട്ടീനോട് പറയാം, എൻ്റെ റൂംമേറ്റായ വേറൊരാളുണ്ട്, അവൻ 9 മണിയായാൽ പുതപ്പെട്ടൊരു ഒറ്റ കിടത്തം കിടക്കും. ഞാൻ പറയും, ഇനിയിപ്പോൾ ആർക്കും അവിടെ പഠിക്കാൻ നേരം, ഉറങ്ങാൻ പറഞ്ഞിട്ട് ഒറ്റ ഉറക്കം. അത് കണ്ടിട്ട് നമുക്ക് മടി വരും. നമ്മളെന്താവും? ഉറങ്ങും. ഇവൻ ഉറങ്ങൂല. ആര്? പക്ഷെ ഉറങ്ങൂല. നമ്മൾ ഉറങ്ങിയ കൂർക്കം വലിച്ചെന്ന് കണ്ടാൽ ഇവൻ മെല്ലെ ആരും അറിയാതെ പൂച്ച എണീക്കും പോലെ എണീറ്റിട്ട് പുസ്തകം എടുത്തിട്ട് അപ്പുറത്ത് വരാന്തയിൽ വിലയിച്ചിട്ടുണ്ട്, അവിടെ പോയി പഠിക്കും. ഏതൊരു പരീക്ഷണത്തിനും പരീക്ഷണത്തിൻ്റെതായ ത്രില്ലുണ്ട്. പരീക്ഷണത്തിന്റെ പിന്നിൽ റബ്ബാണെന്ന് മനസ്സിലാക്കണം. പരീക്ഷ നടത്തിയവനെ എതിർക്കല്ല വേണ്ടത്,
പരീക്ഷ നിന്റെ വലിപ്പത്തരത്തിനും നിന്റെ വിജയത്തിനും വേണ്ടിയാണ്. റളിനാ ബില്ലാഹി റബ്ബാ വബിൽഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ വബിൽഖുർആനി ഹകമൻ വഇമാമാ. പേടിക്കണ്ട, ഇത് പരീക്ഷണമാണ്. പരീക്ഷണത്തിൽ നമ്മൾ നന്നാവുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു വരിയാതെ ഒരു കാര്യം നടക്കില്ല. അല്ലാഹു തരക്കിന് പിൻവലിക്കാം. ഒന്നാം ദിവസം തന്നെ നമ്മൾക്ക് ഗർഭമുണ്ടെന്ന് അറിഞ്ഞുകൂടെ തന്നെ പിറ്റേ ദിവസം ഏതൊരു ആശുപത്രി കൊണ്ടിട്ട് പറഞ്ഞു, നമ്മൾക്ക് എൻ്റെ സുഖമില്ല, അവളെ വയറിലുള്ളതൊന്ന് ഒഴിവാക്കി കിടത്താളി എന്ന് ഒഴിവാക്കി കൊടുത്തൊന്ന് സങ്കല്പിക്ക്. എന്തുകൊണ്ട്? തൃപ്പതി കൊണ്ട്. ആർക്കുള്ള തൃപ്പതി? ആർക്കുള്ള തൃപ്പതി? ഭർത്താവ് തൃപ്പതി. ആ ഭർത്താവിനെ അപ്പോൾ അവന് സന്തോഷം, അവൾക്ക് സന്തോഷം തോന്നും. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാൽ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് അവളെ കൂടെ കെട്ടിച്ചവർക്കൊക്കെ കുട്ടികളായി, പല കുട്ടികളായി. നമുക്ക് ഇതുവരെയില്ല. എന്തേ കാരണം? ഇവളെ ചതിച്ചത് ആരാ? ഇവളെ ഭർത്താവിൻ്റെ സ്നേഹം. അങ്ങനെ തന്നെയല്ലേ? കുട്ടി ജനിച്ച് കുട്ടി വളർന്ന് 4 വയസ്സായപ്പോൾ എല്ലാ കുട്ടികളെ ഉമ്മമാരും പാപ്പമാരും മദ്രസയിൽ കൊണ്ടയാക്കി. മദ്രസയിൽ എത്തിയപ്പോൾ കുട്ടി കരഞ്ഞ്, കൊണ്ടുപോയപ്പോൾ കരഞ്ഞ്, അവനെ കൊണ്ടയാക്കിയപ്പോൾ കരഞ്ഞോടി അവരെ കുട്ടികൾ ഇവിടുന്ന് അടിച്ച്, പാപ്പ ഇവിടുന്ന് അടിച്ച്. അവിടെ എത്തിക്കഴിഞ്ഞാൽ മൊല്ലാക്ക ഇവിടുന്ന് അടിച്ച്. അടി കണ്ടപ്പോ ഉമ്മാക്ക് വേദനയായി. എന്റെ കുട്ടിനെ ഞാൻ തല്ലാൻ വിട്ടതില്ലായിരുന്നു. അങ്ങനെയാണ് വളർത്തിയാല് ഉമ്മ. ആ ബഹുമാനപ്പെട്ട മകനെയാണ് കാളമൂരി എന്ന് പറയാം. ഈ മകനാണ് മൂരി. മനസ്സിലായില്ല? ഈ ബഹുമാനപ്പെട്ട മകനാണ് ആര്? പറയടാ, മൂരി. ഈ മകൻ മൂരിയാണ്. എന്തുകൊണ്ട്? ഈ മകന്റെ പേരാണ് ബഹുമാനപ്പെട്ട മൂരി. ഇവനാണ് മൂരി. മനസ്സിലായില്ല? എന്തുകൊണ്ട്? ഇവന്റെ ഉമ്മക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എന്റെ അവിടെ ഞാൻ മൊല്ലക്കൊക്കെ തല്ലാൻ കൊടുക്കൂല. തല്ലാൻ തരണ്ട, തല്ലണ്ട. നേരെ മറിച്ച് മറ്റവർക്ക് നസല ബിഹിമുൽ ബലാവു, അവർക്ക് ബലാ ഇറങ്ങി. മദ്രസൊക്കെ പോയിട്ടില്ലെങ്കിൽ മാറ്റത്തുന്നാല് മദ്രസ ചെന്നാൽ മുല്ലാക്ക തല്ലാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ കുട്ടി അസർ ഷെരീഫിൽ നിന്ന് PhD വാങ്ങിയിറങ്ങി. നാട്ടിലെ ഖാദിൽ ഖുദാത്തായി, ചീഫ് ജഡ്ജി. മനസ്സിലായി പറഞ്ഞത്? പോലീസിന്റെ അകമ്പടിയോടുകൂടെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുക. മനസ്സിലായില്ലേ? ഇവൻ എന്ത് ചെയ്യാന്നറിയോ? മൂപ്പര് സ്റ്റേജിൽ വരുന്ന ദിവസം അവന് കടലാസ് തുടക്കം, അവൻ എന്ത് ചെയ്യുക? കസേര തുടക്കാം. അറ്റിട്ട് കസേരകളൊക്കെ എടുക്കുമ്പോൾ തുടക്കാം. ഇവർ രണ്ടാളി ഒരു ദിവസം മദ്രസയിലാക്കിയ. ഒരാൾക്ക് ബലാ ഇറങ്ങി, ഒരാൾക്ക് ബലാ ഉണ്ടായില്ല. ബലാഇന് എൻ്റെ അമ്മയും ബാപ്പയും സമ്മതിച്ചില്ല. അപ്പൊ അവന് മുന്നോന്നി എൻ്റെ അമ്മയും ബാപ്പാക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. 10 കൊല്ലം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞാൽ നാട്ടുകാരോട് മുഴുവൻ പറയും, എന്നെ നശിപ്പിച്ചത് എൻ്റെ അമ്മയാണ്, എന്നെ നശിപ്പിച്ചത് എൻ്റെ ബാപ്പയാണ്. പറയല്ലേ? എന്തടാ നോക്കിയിരിക്കണത്? ബലാ അല്ലടാ. ബലാഇന്റെ പ്രയോഗമാണ് ബലാ. ബലാഇന്റെ ലാഭം ഒരിക്കലും ബലാ അല്ല. റളീന എന്നാ പറഞ്ഞ് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അവസാനം നമുക്ക് എന്ത് വരും? പൊരുത്തപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു പേടി വേണ്ട. ഒരു ബലാവും സന്തോഷത്തിലല്ലാതെ അവസാനിച്ചിട്ടില്ല. ഒരു രാത്രിയും പ്രഭാതത്തിലല്ലാതെ പുലർന്നിട്ടില്ല. ഒരു കയറ്റവും ഇറക്കത്തിലല്ലാതെ അവസാനിച്ചിട്ടില്ല. ഒരു വേനലും വർഷത്തിന്റെ മനോഹരമായ കുളിരിലല്ലാതെ തീർന്നിട്ടില്ല. പേടിക്കേ വേണ്ട. എത്രയാണോ സ്വർണത്തിൽ തീ കയറിയത് അത്രയാണ് നാട്ടുകാർക്ക് അത് ആവശ്യമുണ്ടാവുക. എത്രയാണ് തീ കുറച്ചത് അത്രയും അത് ജനങ്ങൾക്ക് ആവശ്യമില്ലാതായി മാറും. അതുകൊണ്ട് ബലാഇനെ പഴിക്കരുത്. ബലാ നമ്മുടെ അനിവാര്യതയാണ്. അള്ളാഹു നമ്മുടെ റബ്ബാണ്. അവർക്ക് പറ, അള്ളാഹു നമ്മുടെ എന്ത് പ്രയാസമെങ്കിലും അള്ളാഹു നമ്മളെ രക്ഷിക്കാണ്. എന്തല്ല പറ കുട്ടി, അള്ളാഹു ശിക്ഷിക്കല്ല. അള്ളാഹു നമ്മെ രക്ഷിക്കാണ്. തീർച്ചയായും രക്ഷിക്കാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ.